ഇക്കണോമിക്സിൻ്റെ യൂട്ടിലിറ്റി എന്ന ആശയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യൂട്ടിലിറ്റി എന്താണ് എന്ന് നമുക്കറിയാം. വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കൊമോഡിറ്റി. ഒരു ഉപഭോഗ വസ്തുവിന് ഉപഭോക്താവിൻ്റെ വാണ്ടിനെ, ആവശ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കഴിവ്, ശേഷി. അതായത് ഒരു മനുഷ്യാവശ്യത്തെ തൃപ്തിപ്പെടുത്താനായിട്ട് ഒരു വസ്തുവിൻ്റെ കഴിവാണ് യൂട്ടിലിറ്റി. ഇത് നന്നായി പഠിച്ചു വയ്ക്കുക. വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കൊമോഡിറ്റിയാണ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ സാറ്റിസ്ഫാക്ഷനുമായി കണക്റ്റഡ് ആണ് എന്ന് പറഞ്ഞു. ഇനി ഒരു പഴങ്ങൾ വിൽക്കുന്ന ഒരു ചന്തയിലേക്ക് നമുക്ക് പോകാം. ഫ്രൂട്ട് മാർക്കറ്റ്. ഈ ഫ്രൂട്ട് മാർക്കറ്റിൽ വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് അവിടെ കച്ചവടം ചെയ്യാൻ വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഉപഭോക്താവിൻ്റെ കയ്യിലുള്ള വരുമാനം, ബജറ്റ് 100 രൂപയാണ് എന്ന് വിചാരിക്കുക. ഒരു ലിമിറ്റഡ് ഇൻകമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളൂ എങ്കിൽ അദ്ദേഹത്തിന് എല്ലാ ഫ്രൂട്ട്സും വാങ്ങിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ആ ബജറ്റ് കൺസ്ട്രെയിൻറ്റിൽ നിന്ന്, ബജറ്റിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പർച്ചേസ് നടത്താൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങിക്കണം എന്നുണ്ട്. ഒരു ആപ്പിളിന് 10 രൂപയാണെന്ന് വിചാരിക്കുക, ഒരു ഓറഞ്ചിന് 20 രൂപയാണെന്ന് വിചാരിക്കുക. നമ്മൾ എങ്ങനെയാണ് അദ്ദേഹം വാങ്ങിക്കുക എന്ന് നമുക്ക് ബഡ്ജറ്റ് ലൈൻ വരച്ച് കണ്ടുപിടിക്കാൻ സാധിക്കും. എക്സ് ആക്സിസിൽ നമ്മൾ ഓറഞ്ചിൻ്റെ കാര്യമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്, വൈ ആക്സിസിൽ നമ്മൾ ആപ്പിളിൻ്റെ കാര്യമാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള വരുമാനം ആകെ 100 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 100 രൂപ ചെലവിട്ടുകൊണ്ട് വേണം ഈ ആപ്പിൾ മുഴുവനുമോ അല്ലെങ്കിൽ ഓറഞ്ച് മുഴുവനുമോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും കോമ്പിനേഷനോ അദ്ദേഹത്തിന് വാങ്ങിക്കുവാനായിട്ട്. അപ്പോൾ 100 രൂപ ചെലവിട്ട് ആപ്പിൾ മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ, മുഴുവനും ആപ്പിൾ മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ 10 ആപ്പിളുകൾ വാങ്ങിക്കാൻ സാധിക്കും. ഒരെണ്ണത്തിന് 10 രൂപയാണ്. അപ്പോൾ 10 ആപ്പിൾ വാങ്ങിക്കുമ്പോൾ 100 രൂപ തീരുന്നു. അപ്പോൾ ഓറഞ്ച് ഒന്നും വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ മുഴുവൻ പൈസയും ചെലവിട്ടുകൊണ്ട് ഓറഞ്ച് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു ഓറഞ്ചിന് 20 രൂപയാണ്. പരമാവധി 5 ഓറഞ്ചാണ് വാങ്ങിക്കാൻ സാധിക്കുക. അപ്പോൾ ആപ്പിളൊന്നും വാങ്ങിക്കാൻ സാധിക്കുന്നില്ല. ഇനി അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്ക് വരച്ച് അവതരിപ്പിക്കാൻ കഴിയുക ഗ്രാഫിൽ? ഈ താഴെ കാണുന്ന തിരശ്ചീനമായ രേഖ എക്സ് ആക്സിസ് അഥവാ എക്സ് അക്ഷമാണ്. മുകളിലേക്ക് കാണുന്ന ലംബമായ രേഖ വൈ ആക്സിസ് അഥവാ വൈ അക്ഷമാണ്. വൈ അക്ഷത്തിൽ ആപ്പിളിനെയും എക്സ് ആക്സിസിൽ ഓറഞ്ചിനെയും നമ്മൾ അടയാളപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ബജറ്റ് ലൈൻ എന്നത് ഇവിടെയാണ്. അപ്പോൾ 0-10 എന്ന ഒരു പോയിൻ്റ് നമുക്ക് ഇവിടെ കാണാം. അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള 100 രൂപ കൊണ്ട് അദ്ദേഹം 10 ആപ്പിൾ വാങ്ങിക്കുന്നു, ഓറഞ്ച് ഒന്നും വാങ്ങിക്കുന്നില്ല. അപ്പോൾ എക്സ് ആക്സിസിലെ കാര്യമാണ് എപ്പോഴും ആദ്യം നമ്മൾ എഴുതേണ്ടത്. അതായത് ഈ ബജറ്റ് സെറ്റാണ് ഈ വരച്ചിരിക്കുന്നത്. ഈ ബ്രാക്കറ്റ്സിലെ ബജറ്റ് സെറ്റിൽ ആദ്യം കാണുന്ന എക്സ് ആക്സിസിലെ കാര്യം, ദെൻ കോമ, എന്നിട്ട് വൈ ആക്സിസിലെ കാര്യം. ഇതാണ് ബജറ്റ് സെറ്റ് എഴുതേണ്ട രീതി. അപ്പോൾ എക്സ് ആക്സിസിൽ ഇവിടെ ഒരു ഓറഞ്ച് പോലും വാങ്ങിക്കുന്നില്ല എന്നർത്ഥത്തിൽ 0 ഓറഞ്ചസ്. ദെൻ വൈ ആക്സിസിലെ ആപ്പിളിൻ്റെ കാര്യമാണല്ലോ, 10 ആപ്പിൾ വാങ്ങിക്കുന്നു. അങ്ങനെ 10 ആപ്പിൾ. അപ്പോൾ ഈ കാര്യം ബജറ്റ് സെറ്റിൽ എഴുതുന്നു. അതിനെ ഈ ബജറ്റ് സെറ്റിൻ്റെ ഈ കോർഡിനേറ്റിനെ, എക്സ് വൈ എന്നീ കോർഡിനേറ്റിനെ കാണിക്കുന്ന പോയിൻ്റ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ അത് ഈ വൈ ആക്സിസിൽ കാണുന്ന ഈ പോയിൻ്റ് ആയിരിക്കും, ഈ ബ്ലൂ ഡോട്ട് ആയിരിക്കും. ഒന്നല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ വാങ്ങിക്കാം. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് മുഴുവൻ പണവും 100 രൂപയും മുടക്കി അദ്ദേഹത്തിന് ഓറഞ്ച് മാത്രം വാങ്ങിക്കാം. 20 രൂപയാണ് ഒരു ഓറഞ്ചിന്. അങ്ങനെയാണെങ്കിൽ 5 ഓറഞ്ച് മാത്രമേ വാങ്ങിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഓറഞ്ചിൻ്റെ കാര്യമാണല്ലോ എക്സ് ആക്സിസിൽ ആദ്യം പറയേണ്ടത്, എക്സ്. അത് കഴിഞ്ഞ് കോമ കഴിഞ്ഞിട്ടാണ് വൈ പറയേണ്ടത്. അപ്പോൾ ഓറഞ്ച് വാങ്ങിച്ചു കഴിയുമ്പോൾ ആപ്പിൾ വാങ്ങിക്കാൻ പൈസ ഉണ്ടാവില്ല. വാങ്ങിക്കുന്ന ആപ്പിളിൻ്റെ എണ്ണം 0 ഇനി ഈ 2 ബിന്ദുക്കളെയും കണക്ട് ചെയ്തുകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തിൻ്റെ ബജറ്റ് ലൈൻ എന്ന് പറയാം. ഈ ബജറ്റ് ലൈൻ ടച്ച് ചെയ്ത് പോകുന്ന ഓരോ ബിന്ദുക്കളും അദ്ദേഹത്തിൻ്റെ വിവിധ കോമ്പിനേഷനുകളുടെ ബജറ്റ് സെറ്റുകൾ കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഈ പോയിൻ്റ് നോക്കുക. ഒരു ഓറഞ്ച് വാങ്ങിക്കുന്നു, 8 ആപ്പിൾ വാങ്ങിക്കുന്നു, 1-8. ഈ പോയിൻ്റ് നോക്കുക. 2 ഓറഞ്ച് വാങ്ങിക്കുന്നു, 6 ആപ്പിൾ വാങ്ങിക്കുന്നു, 2-6. ഈ പോയിൻ്റ് നോക്കുക. 3 ഓറഞ്ച് വാങ്ങിക്കുന്നു. വൈ ആക്സിസിൽ നമ്മൾ 4 കാണിക്കുന്ന ആപ്പിളിൻ്റെ കാര്യം, 3-4. ദെൻ ഈ പോയിൻ്റ് നോക്കുക. 4 ഓറഞ്ച് വാങ്ങിക്കുന്നു, 2 ആപ്പിൾ വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടാവുള്ളൂ. കാരണം 4 ഓറഞ്ച് വാങ്ങിക്കുമ്പോൾ ഒരു ഓറഞ്ചിന് 20 രൂപയാണ്. 4 × 20
80 പിന്നെ ബാക്കി 20 രൂപ അയാളുടെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. അപ്പോൾ 2 ആപ്പിൾ, ഒരു ആപ്പിളിന് 10 രൂപ ആയതുകൊണ്ട് 2 ആപ്പിൾ വാങ്ങിക്കാൻ സാധിക്കും. ഈ രീതിയിൽ വിവിധ കോമ്പിനേഷനുകൾ വാങ്ങിക്കാൻ സാധിക്കുന്നു. ഇതിനെല്ലാം പറയുന്നത് ഈ ബ്രാക്കറ്റിൽ കാണിച്ചിരിക്കുന്ന XY എന്ന രീതിയിൽ XY എന്നിങ്ങനെ കാണിച്ചിരിക്കുന്ന ഇവയെല്ലാം ഓരോന്നും ബഡ്ജറ്റ് സെറ്റുകൾ. അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൻ്റെ പരമാവധി പരിമിതിയിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഈ ലൈൻ ക്രോസ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അങ്ങനെ ഒരു കോമ്പിനേഷൻ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ നിലവിലുള്ള ബഡ്ജറ്റ് ലൈനിൽ നിന്നുകൊണ്ട് സാധ്യമല്ല. ബഡ്ജറ്റ് ലൈൻ വർദ്ധിക്കുകയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ കൂടിയ കോമ്പിനേഷനുകളിലൊക്കെ ഇതൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. നോക്കുക, എന്നാൽ താഴെ കാണുന്നത് നോക്കിയേ, ഈ പോയിന്റുകളും അദ്ദേഹത്തിന് വാങ്ങിക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സംതൃപ്തി പരമാവധിയാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിവിധ ബ്രാക്കറ്റുകൾ കാണുന്ന ബഡ്ജറ്റ് സെറ്റുകളിലൂടെ അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ സാധിക്കും എന്നർത്ഥം. ഇനി അപ്പോൾ യൂട്ടിലിറ്റി ബണ്ടിൽ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. യൂട്ടിലിറ്റി ബണ്ടിൽ എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഏതെങ്കിലും ഒരു സാധനം മാത്രമല്ല, ഒന്നിലേറെ സാധനങ്ങൾ വിവിധ അളവുകളിൽ വാങ്ങിക്കുന്നതിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ അവസ്ഥയും കൂടി പരിമിതിയും കൂടി നോക്കിയിട്ട് സാധനങ്ങളുടെ വിലയും കൂടി നോക്കിയിട്ടാണ് യൂട്ടിലിറ്റി ബണ്ടിൽ അദ്ദേഹം നിശ്ചയിക്കുക എന്നർത്ഥം. നമ്മൾ നോക്കിയ ഉദാഹരണത്തിൽ അങ്ങനെയാണ്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഇൻകം 100 രൂപയാണ് നോക്കുക. ഈ കാണുന്ന വരെയാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളത് ഇങ്ങനെ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? പൊസിഷൻ, ഗ്രാഫിൻ്റെ പൊസിഷൻ എപ്പോഴും XY എന്ന രീതിയിലാണ് കോർഡിനേറ്റ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ബഡ്ജറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ മാക്സിമം X വാങ്ങിക്കാൻ കഴിയുന്നത്, എക്സിൻ്റെ വില എന്ന് പറയുന്നത് 20 രൂപയാണ്. അപ്പോൾ 20 രൂപ ഇൻറ്റു എത്ര എക്സ് എൻ്റെ നമ്പറാണ് എക്സ് എന്ന് കാണിക്കുന്നത്, പ്ലസ് 10 രൂപ എന്നുള്ളത് Y എന്ന കമ്മോഡിറ്റിയുടെ രൂപയാണ്. 10 രൂപ Y എന്ന കമ്മോഡിറ്റി ആപ്പിളാണല്ലോ Y ആക്സിസിൽ കാണിക്കുന്നത്, അത് 10 രൂപയാണ്, അതിൻ്റെ എണ്ണമാണ് Y എന്ന നമ്പർ. സോ 20x + 10y ആണ് അദ്ദേഹത്തിൻ്റെ പരമാവധി 100 രൂപ കാണുന്ന ബഡ്ജറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെഫ്റ്റിൽ ബഡ്ജറ്റ് ഇക്വേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ 0 എക്സ്, അതായത് ഓറഞ്ച് ഒന്നും വാങ്ങിക്കുന്നില്ല, ആപ്പിൾ 10 വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗ്രാഫിൽ ഇവിടെ ഈ പോയിന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ബോട്ടം റൈറ്റ് എക്സ് ആക്സിസിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് പോയിന്റ് എന്ന് പറയുന്നത് 5 ആണ്. 5 ഓറഞ്ച് വാങ്ങിക്കുന്നു, ആപ്പിളൊന്നും വാങ്ങിക്കുന്നില്ല. അതാണ് ഈ പോയിന്റ്. 5 ഓറഞ്ച് വാങ്ങിക്കുന്നു, ആപ്പിളൊന്നും വാങ്ങിക്കുന്നില്ല. ഓക്കെ, ആപ്പിളിൻ്റെ Y ആക്സിസിലുള്ള കാര്യത്തെ രണ്ടാമതല്ലേ പറയുകയുള്ളൂ. എക്സ് ആക്സിസിലുള്ള ഓറഞ്ചിൻ്റെ കാര്യമാണല്ലോ ആദ്യം പറയുക. അപ്പോൾ 5 ഓറഞ്ച് വാങ്ങിക്കുന്നു, ദെൻ ആപ്പിൾ ഒന്നും വാങ്ങിക്കുന്നില്ല. 0 ലൈനെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ബഡ്ജറ്റ് ലൈൻ കാണിക്കുന്നത്? എ ബഡ്ജറ്റ് ലൈൻ ഓർ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ്. ബഡ്ജറ്റ് ലൈനിനെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് എന്ന് പറയാം. In economics, graphically shows all combinations of two goods a consumer can buy with a fixed income and set prices representing the trade-off between them as a downward sloping straight line curve. ഈ ബഡ്ജറ്റ് ലൈൻ എപ്പോഴും ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും. ബഡ്ജറ്റ് ലൈൻ എപ്പോഴും ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവായിരിക്കും, നെഗറ്റീവ് കർവായിരിക്കും, നെഗറ്റീവ് സ്ലോപ്പിംഗ് കർവായിരിക്കും. അത് രണ്ട് വ്യത്യസ്ത സാധനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറാവുന്ന വിവിധ കോമ്പിനേഷനുകളും അതിൽ അടയാളപ്പെടുത്താൻ സാധിക്കും. വേർ ദ ടോട്ടൽ കോസ്റ്റ് ഈക്വൽസ് ഹിസ് ഇൻകം. അയാളുടെ ചിലവാക്കാൻ കഴിയുന്ന പരമാവധി തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻകമാണ്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എന്താണ് ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത്? ബഡ്ജറ്റ് ലൈൻ ഇല്ലസ്ട്രേറ്റ്സ് അഫോർഡബിൾ ചോയ്സസ്. ആൻഡ് അഫോർഡബിൾ ചോയ്സസ് എവിടെയാണ്? ബഡ്ജറ്റ് ലൈനിൻ്റെ താഴെയുള്ളവയാ ചോയ്സസ് ആണ് അഫോർഡബിൾ ചോയ്സസ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കണ്ടോ, ബഡ്ജറ്റ് ലൈൻ ഒന്നല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈനിൽ താഴെയുള്ള ഏത് പോയിൻറ്റും അഫോർഡബിൾ ചോയ്സസ് തന്നെയാണ്. അദ്ദേഹത്തിന് താങ്ങാവുന്ന ചോയ്സാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ട് ഏത് കോമ്പിനേഷനും അദ്ദേഹത്തിന് വാങ്ങിക്കാം. ബഡ്ജറ്റ് ലൈനിന് മുകളിലുള്ളത് അൺഅഫോർഡബിൾ ചോയ്സസ് ആണ്. ഈ പോയിന്റുകളിലൊന്നും തന്നെ ഉള്ള കോമ്പിനേഷനുകൾ അദ്ദേഹത്തിന് വാങ്ങിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ എപ്പോഴും കാണിക്കുന്നത് ബഡ്ജറ്റ് ലൈൻ ഇല്ലസ്ട്രേറ്റ്സ് അഫോർഡബിൾ ചോയ്സസ് ബിലോ ദ ലൈൻ ആൻഡ് അൺഅഫോർഡബിൾ ചോയ്സസ് എബവ് ദ ലൈൻ. ബഡ്ജറ്റ് ലൈനിൻ്റെ മുകളിൽ കാണുന്നത് അൺഅഫോർഡബിൾ ചോയ്സസ് ആണ്. ഇനി ബഡ്ജറ്റ് ലൈൻ ഷിഫ്റ്റ്സ് ഔട്ട്വേർഡ് വിത്ത് ഇൻക്രീസ്ഡ് ഇൻകം. എങ്ങാൻ ഉപഭോക്താവിൻ്റെ വരുമാനം കൂടിയാൽ ബഡ്ജറ്റ് ലൈൻ മുകളിലേക്ക് ഉയരാൻ സാധിക്കും. ബഡ്ജറ്റ് ലൈൻ മേ ഷിഫ്റ്റ് ഇൻവേർഡ് വിത്ത് എ ഡിക്രീസ് ഇൻ ഇൻകം. ഇൻകം കുറഞ്ഞാലോ ബഡ്ജറ്റ് ലൈൻ താഴാനും സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കത് ബഡ്ജറ്റ് ലൈൻ വർദ്ധിച്ചതായിട്ട് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം. നേരത്തെ പറഞ്ഞ കൺസ്യൂമറുടെ ബഡ്ജറ്റ് ലൈൻ വർദ്ധിച്ചു. നേരത്തെ അയാളുടെ വരുമാനം പരമാവധി 100 രൂപ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വരുമാനം
200 രൂപയിലേക്ക്. അപ്പോൾ 100 രൂപയിലുള്ള ഇൻകത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബജറ്റ് ലൈനാണ് ഈ കാണുന്നത്, ആ കോമ്പിനേഷനുമാണ്. എന്നാൽ 200 രൂപയിലേക്ക് വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതൽ വലിയ അളവിൽ ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം കാണിക്കുന്ന ഓറഞ്ചിൻ്റെ എണ്ണമാണ്, പിന്നെ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആപ്പിളിൻ്റെയാണ്. കാരണം നമ്മുടെ എക്സ് ആക്സിസിൽ ഓറഞ്ച് ആണല്ലോ, അപ്പോൾ എക്സിലെ കാര്യമാണ് ആദ്യം എഴുതേണ്ടത്, വൈയിലെ കാര്യം രണ്ടാമതാണ് എഴുതുക. ഓക്കെ, നമ്മളിവിടെ ഒരു നോക്കിയ 0.20 എന്ന് കാണുന്നതുകൊണ്ട് എന്താ കാര്യം, അത് ഒറ്റ ഒരു ഓറഞ്ച് പോലും വാങ്ങിക്കുന്നില്ല. 0 ഓറഞ്ചസ് പ്ലസ് 20 ആപ്പിൾസ്. ഇവിടെയാണെങ്കിൽ ഒരു ആപ്പിളിന് 10 രൂപയായതുകൊണ്ട് 20 ആപ്പിൾ വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ 200 രൂപയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ ബജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ന്യൂ ഇൻകം എന്ന് പറയുന്നത് 200 ആണ്. ന്യൂ ബജറ്റ് ലൈൻ ഇതാണ്. അപ്പോൾ 20 ആപ്പിൾ വാങ്ങിക്കാൻ സാധിക്കും. നേരത്തെ 100 രൂപ വരുമാനമുള്ളപ്പോൾ 10 ആപ്പിളാണ് പരമാവധി അദ്ദേഹത്തിന് വാങ്ങിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ വരുമാനം കൂടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് വാങ്ങിക്കാൻ കഴിയുന്ന ആപ്പിളിൻ്റെ എണ്ണം കൂട്ടാൻ സാധിച്ചത്. ഇനി മറ്റൊരു കോമ്പിനേഷൻ ഏതാണ്? ഇതാ അദ്ദേഹത്തിൻ്റെ ഓറഞ്ചസിൻ്റെ കാര്യമാണ്. ഓറഞ്ചസ് അദ്ദേഹത്തിന് 10, നേരത്തെ 5 ഓറഞ്ചാണ് പരമാവധി, ഒരു ഓറഞ്ചിന് 20 രൂപ ആയതുകൊണ്ട് 5 ഓറഞ്ച് വാങ്ങിക്കുമ്പോൾ തന്നെ 100 രൂപ തീർന്നു പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് 200 രൂപയാണ് അദ്ദേഹത്തിൻ്റെ പുതിയ ബജറ്റ് ലൈൻ നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ പുതിയ ബജറ്റ് ലൈൻ അനുസരിച്ച് അദ്ദേഹത്തിന് 10 ഓറഞ്ച് വാങ്ങിക്കാം. ഒരു ഓറഞ്ചിന് 20 രൂപയാണെങ്കിലും അദ്ദേഹത്തിന് 10 ഓറഞ്ച് പരമാവധി വാങ്ങിക്കാം. അദ്ദേഹം അതാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, 10 ഓറഞ്ച് വാങ്ങിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സംതൃപ്തി പരമാവധി ആക്കുന്നതെങ്കിൽ അദ്ദേഹം ആ രീതിയിലാണ്, ആ കോമ്പിനേഷനാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-0 എന്ന കോമ്പിനേഷനാണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത്. അതായത് ബഡ്ജറ്റ് സെറ്റ് എന്നാണ് അങ്ങനെ ബ്രാക്കറ്റിൽ എഴുതുന്നതിന് പറയുന്നത്. ഇനി ഇതിനിടയ്ക്കുള്ള പല ബിന്ദുക്കളും ഇവിടെയുണ്ട്. ഈ പോയിൻറ്റ്സൊക്കെ യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന് കെൽപ്പുണ്ട്. വരുമാനം ഇപ്പോൾ കൂടുതലാണ്. നേരത്തെ അതൊന്നും അദ്ദേഹത്തിന് സാധിക്കാത്ത പോയിന്റുകളായിരുന്നു. ഇതിലേത് പോയിന്റും കണ്ടോ, ഈ കാണുന്ന ഏത് പോയിന്റും അദ്ദേഹത്തിന് ഇപ്പോൾ ഇത് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. ഈ ബജറ്റ് ലൈൻ്റെ പുതിയ ബജറ്റ് ലൈൻ ഇതാണ്, ഈ കാണുന്നതാണ്. ഈ പുതിയ ബജറ്റ് ലൈൻ്റെ താഴെയുള്ള ഏത് പോയിന്റും അദ്ദേഹത്തിന് നിലവിലിപ്പോൾ വാങ്ങിക്കാൻ സാധിക്കും. ബജറ്റ് ലൈൻ ഷിഫ്റ്റ്സ് ഇൻവേർഡ് വിത്ത് പ്രൈസ് ഇൻക്രീസസ്. നോക്കൂ, വിലക്കയറ്റമുള്ളപ്പോഴും ബജറ്റ് ലൈൻ താഴോട്ട് ഇറങ്ങും. നേരത്തെ 100 രൂപ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആപ്പിളിൻ്റെ വില ഇപ്പോൾ 10 എന്നുള്ളത് 15 ആവുകയോ ഓറഞ്ചിൻ്റെ വില 20 എന്നുള്ളത് 25 ആവുകയോ ഒക്കെ ചെയ്താൽ ഈ ബജറ്റ് ലൈൻ പിന്നെയും താഴേക്ക് ഇറങ്ങുക തന്നെ ചെയ്യും. സോ ബജറ്റ് ലൈൻ ഷിഫ്റ്റ്സ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക്, വിത്ത് പ്രൈസ് ഇൻക്രീസസ് റിഫ്ലക്റ്റിംഗ് ചേഞ്ചിങ് പർച്ചേസിങ് പവർ. അദ്ദേഹത്തിൻ്റെ പർച്ചേസിങ് പവർ മാറുന്നു, കുറയുന്നു എന്നത് തന്നെയാണ് കാരണം. വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ ഉപഭോക്താവിൻ്റെ പർച്ചേസിങ് പവർ കുറയുന്നു. ഇനി അപ്പോൾ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അയാളുടെ പരമാവധി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും അദ്ദേഹം വാങ്ങിക്കുക എന്ന് നമുക്കറിയാം. കാരണം കൺസ്യൂമർ റാഷണലാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. എന്താണ് റാഷണൽ കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഈ മുടക്കുന്ന പണത്തിന് കോസ്റ്റിന് പരമാവധി ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ അദ്ദേഹം വാങ്ങിക്കില്ല. മുടക്കുന്ന പണത്തിന് തുല്യമായ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ അത് വാങ്ങിക്കാൻ കൊള്ളാവുന്നത്, ഒരു നല്ല പർച്ചേസ് ഡിസിഷൻ എന്ന് കരുതാൻ സാധിക്കുകയുള്ളൂ. കൺസ്യൂമർ കെയർഫുള്ളി കൺസിഡേഴ്സ് ഓൾ ദ അവൈലബിൾ ആൾട്ടർനേറ്റീവ്സ്. തൻ്റെ മുന്നിലുള്ള എല്ലാ ബഡ്ജറ്റ് സെറ്റുകളും അദ്ദേഹം ശ്രദ്ധാപൂർവ്വം പരിഗണിക്കുന്നു. വെയ് ദ കോസ് ആൻഡ് ബെനിഫിറ്റ്സ്, അതിൻ്റെ ചെലവും ഗുണവുമൊക്കെ തൂക്കി നോക്കുന്നു. ആൻഡ് ദെൻ ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സണൽ ബെനിഫിറ്റ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിഗതമായ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല സംതൃപ്തി കിട്ടുന്ന ഒരു രീതി എന്താണോ അത് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് മീൻസ് ദാറ്റ് ദേ കെയർഫുള്ളി കൺസിഡർ ഓൾ അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ്. തൊട്ടും കയ്യിലുള്ള എല്ലാ വ്യത്യസ്ത സാധ്യതകളെയും ബജറ്റ് സെറ്റുകളെയും അല്ലെങ്കിൽ യൂട്ടിലിറ്റി ബണ്ടിലുകളെയും അദ്ദേഹം ശ്രദ്ധാപൂർവ്വം താരതമ്യം ചെയ്ത് നോക്കുന്നു. വെയ് ദ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ആൻഡ് ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് പ്രൊവൈഡ്സ് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സണൽ ബെനിഫിറ്റ്. ഇനി അപ്പോൾ യൂട്ടിലിറ്റി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. യൂട്ടിലിറ്റി എന്ന കോൺസെപ്റ്റിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കൺസ്യൂമറുടെ ബജറ്റ് അദ്ദേഹത്തിൻ്റെ ഇൻകം എന്ന ആശയത്തിൽ ലിമിറ്റഡ് ആണ്. കൺസ്യൂമറുടെ ബജറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ ലിമിറ്റഡാണ്. അദ്ദേഹത്തിൻ്റെ വരുമാനം മുഴുവനും ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലവാക്കാൻ സാധിച്ചേക്കാം, പക്ഷേ അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കാം. ഇനി യൂട്ടിലിറ്റി ബണ്ടിൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്. യൂട്ടിലിറ്റി ബണ്ടിൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സാധനമല്ല, ഒരു കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആണ് യൂട്ടിലിറ്റി ബണ്ടിൽ. യൂട്ടിലിറ്റി ബണ്ടിൽ ഈസ് എന്താണ് യൂട്ടിലിറ്റി ബണ്ടിൽ എന്ന് പറയുന്നത്? ഈസ് എ combination of goods. Consumers always aim to get maximum benefit or utility or satisfaction from their budget. തങ്ങളുടെ ബജറ്റിൽ നിന്ന് മാക്സിമം യൂട്ടിലിറ്റി കിട്ടണം എന്നാണ് കൺസ്യൂമർ എപ്പോഴും ആഗ്രഹിക്കുക. ഫോർ എക്സാമ്പിൾ, എ റാഷണൽ കൺസ്യൂമർ ചൂസിങ് ബിറ്റ്വീൻ 2 identical സ്മാർട്ട് ഫോൺസ് വുഡ് പിക്ക് ദ
ചീപ്പർ വൺ ടു മാക്സിമൈസ് വാല്യൂ മാക്സിമൈസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞതാണ് അദ്ദേഹം തിരഞ്ഞെടുക്കുക. ഒരേപോലെ ഇരിക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും ഒരുപോലുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബ്രാൻഡ് വാല്യൂ ചില ആളുകളെ സംബന്ധിച്ച് പാഷനാണ്. അപ്പോൾ അദ്ദേഹം ചിലപ്പോൾ ബ്രാൻഡ് വാല്യൂക്ക് പരിഗണന കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഉയർന്ന ബ്രാൻഡ് ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രസ്റ്റീജ് പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ചിലപ്പോൾ അതിലേക്ക് പോയേക്കാം. കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്താണ് എന്നതാണ് നമ്മളിനി മനസ്സിലാക്കുന്നത്. കൺസ്യൂമർ ഇക്വിലിബ്രിയം ഈസ് ദ സ്റ്റേറ്റ്, അതൊരവസ്ഥയാണ് വേർ എ കൺസ്യൂമർ ഹാസ് മാക്സിമം പോസിബിൾ സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദർ സ്പെൻഡിങ്. പണം ചെലവാക്കുന്നതിലൂടെ പരമാവധി ഉപഭോക്താവിന് സംതൃപ്തി ലഭിക്കുന്നു. ഗിവൺ എ ലിമിറ്റഡ് ഇൻകം ആൻഡ് ദ പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അദ്ദേഹത്തിൻ്റെ ഇൻകം ലിമിറ്റഡ് ആണ്, ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും പ്രൈസസും. അറ്റ് ഇക്വിലിബ്രിയം പോയിന്റ്, സന്തുലിതമായ ബിന്ദു അഥവാ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറഞ്ഞ ഒന്ന് ഉണ്ട്. അവിടെ ദ കൺസ്യൂമർ ഹാസ് നോ ഇൻസെൻറ്റീവ് ടു ചേഞ്ച് ദർ കൺസംഷൻ. കൺസ്യൂമർക്ക് തൻ്റെ ഉപഭോഗ രീതി മാറ്റാൻ ഒരു പ്ലാനും ഇല്ലാത്ത ഒരവസ്ഥയാണെന്ന് പറയാം. അതായത് തൻ്റെ ഉപഭോക്താവിൻ്റെ പർച്ചേസിങ് ബിഹേവിയർ മാറ്റുന്നില്ല. കാരണം അദ്ദേഹം സംതൃപ്തിയുടെ പരമാവധിയിൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാറാൻ താല്പര്യമില്ലാത്ത ഇക്വിലിബ്രിയം പോയിന്റ്. അദ്ദേഹത്തിൻ്റെ കൺസംഷൻ ഹാബിറ്റ് അങ്ങനെ തന്നെ നിൽക്കുന്നു. ബിക്കോസ് ദേ ഹാവ് ഒപ്റ്റിമലി അലോക്കേറ്റഡ് ദർ ബജറ്റ്. ആ കൺസ്യൂമേഴ്സ് അവരുടെ ബജറ്റ് ഏറ്റവും ബെസ്റ്റായ രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു. ടു ഗെറ്റ് ദ മോസ്റ്റ് ബെനഫിറ്റ് ഓർ യൂട്ടിലിറ്റി, അതിൽ നിന്നുള്ള ഏറ്റവും കൂടിയ ബെനഫിറ്റ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും കഥ പറയുകയാണ് വീണ്ടും. ഇൻഡിഫറൻസ് കർവ് എന്നാണ് അങ്ങനെ പറയുന്നത്. അതായത് ഈ കർവിലാണ് അദ്ദേഹത്തിന് പരമാവധി സംതൃപ്തി കിട്ടുന്നത് എന്നർത്ഥം. അതിൽ ഒരു പോയിൻ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വരുമാനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയാൻ കഴിയുള്ളൂ. ബഡ്ജറ്റ് ലൈനെ ടച്ച് ചെയ്തുകൊണ്ടാണ് ഇത് പറയാൻ കഴിയുക. അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് ലൈൻ ഇവിടെ എങ്ങനെ വരയ്ക്കാൻ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ വെള്ള നിറത്തിലെ വരെയാണ് ബഡ്ജറ്റ് ലൈൻ. ഈ ബഡ്ജറ്റ് ലൈനിൻ്റെ ഒരു ബിന്ദുവിന് ടച്ച് ചെയ്തുകൊണ്ട് ബി എന്ന പോയിന്റ് കടന്നു പോകുന്നുണ്ട്. അതായത് 2.7 എന്നാണ് ബഡ്ജറ്റ് സെറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ആക്സിസിൽ രണ്ടാമത്തേതും വൈ ആക്സിസിൽ 7 എന്ന് കാണുന്നതുമായിട്ടുള്ള നമ്പറാണ് ഇദ്ദേഹം ഇപ്പോൾ വാങ്ങിക്കുക. അതായത് 7 ആപ്പിളും അതുപോലെ തന്നെ 2 ഓറഞ്ചുമാണ് അദ്ദേഹത്തിന് പരമാവധി സംതൃപ്തി നൽകുന്നത്. ഇൻഡിഫറൻസ് കർവ് അഥവാ IC കർവ് നോക്കുക, ബഡ്ജറ്റ് ലൈനെ കൃത്യമായി ടച്ച് ചെയ്യുന്ന ഇവിടെയാണ്. അദ്ദേഹം ഈ കോമ്പിനേഷൻ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്നാണ് അർത്ഥം. അതായത് ആൻ ഇൻഡിഫറൻസ് കർവ് ഷോസ്, ഒരു നിസ്സംഗതാ വക്രം എന്നാണ് ഇൻഡിഫറൻസ് കർവിനെ പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് ഷോസ് കോമ്പിനേഷൻസ് ഓഫ് 2 ഗുഡ്സ്, 2 ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസ് ആണ്. ഗിവിങ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. ഈ 2 ഗുഡ്സിൻ്റെ 2 കോമ്പിനേഷനും അദ്ദേഹത്തിന് തുല്യ സംതൃപ്തിയാണ് നൽകുക. മീനിങ് എ കൺസ്യൂമർ ഈസ് ഇൻഡിഫറൻറ്റ് ബിറ്റ്വീൻ എനി പോയിന്റ് ഓൺ ദ കർവ്. ആ കർവിലുള്ള ഏത് പോയിന്റ് എടുത്താലും അദ്ദേഹത്തിന് ഒരേ സംതൃപ്തി ലഭിക്കും എന്നാണ് ഇൻഡിഫറൻസ് കർവിനർത്ഥം. അതായത് നമ്മളിവിടെ പറഞ്ഞതുപോലെ നോക്കുക, ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ കാണുന്ന ഒരു ആപ്പിളും അതുപോലെ തന്നെ 10 ഓറഞ്ചും എടുക്കുക എന്നുള്ള ഒരു കോമ്പിനേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന അതേ സംതൃപ്തി തന്നെ അദ്ദേഹത്തിന് 2 ആപ്പിളും 7 ഓറഞ്ച് എടുക്കുമ്പോഴും കിട്ടുന്നെന്ന് വിചാരിക്കുക. അതേ സംതൃപ്തി തന്നെയാണ് അദ്ദേഹത്തിന് ഈ 3 ഓറഞ്ചും, എക്സ് ആക്സിസിൽ ആദ്യം ഓറഞ്ചിൻ്റെ കാര്യമാണല്ലോ പറയുക, 3 ഓറഞ്ചും 5 ആപ്പിൾ എടുക്കുമ്പോഴും കിട്ടുന്നത്. അല്ല 4 ഓറഞ്ചും 4 ആപ്പിൾ എടുത്താലും ഇതേ സംതൃപ്തി കിട്ടുക എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവയൊക്കെ ഒറ്റ ഒരു ഇൻഡിഫറൻസ് കർവ്, നിസ്സംഗതാ വക്രം. അതായത് ഈ കോമ്പിനേഷൻ എടുത്താലും അദ്ദേഹത്തിന് പ്രശ്നമില്ല, ഈ കോമ്പിനേഷൻ കിട്ടിയാലും അദ്ദേഹം ഓക്കെയാണ്. ഈ 3ാമത്തെ കോമ്പിനേഷൻ ആണെങ്കിലും അപ്പോഴും അദ്ദേഹം ഓക്കെയാണ്, 4ാമത്തെ കോമ്പിനേഷൻ ആണെങ്കിലും അദ്ദേഹം ഓക്കെയാണ്. ഒന്നിലും അദ്ദേഹത്തിന് ഒരു അധിക മമതയോ അധിക വിയോജിപ്പോ ഇല്ല. ഇത് ഈ പറഞ്ഞ ഏത് കോമ്പിനേഷൻ ആണെങ്കിലും അദ്ദേഹം ഓക്കെ ആണ് എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു താല്പര്യക്കുറവോ അല്ലെങ്കിൽ താല്പര്യമോ ഉണ്ടാകുന്നില്ല. അതാണ് അത്തരത്തിലുള്ള കർവിനെയാണ് ഇൻഡിഫറൻസ് കർവ് അഥവാ IC കർവ് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്നാണ് പറഞ്ഞത്? നിസ്സംഗതാ വക്രം എന്താണെന്നാണ് പറയുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു നിസ്സംഗതാ വക്രം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിക്ക് തുല്യ സംതൃപ്തിയോ ഉപയോഗമോ നൽകുന്ന വ്യത്യസ്തമായ അളവിലുള്ള 2 വസ്തുക്കളുടെ സംയോജനമാണ് ഒരു നിസ്സംഗതാ വക്രം, ഒരു ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത്. വ്യത്യസ്തമായ അളവിലുള്ള 2 വസ്തുക്കളുടെ സംയോജനം. ഇവിടെ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ ആപ്പിളും അതുപോലെ തന്നെ ഓറഞ്ചുമാണ് നമ്മൾ പറഞ്ഞ ഉദാഹരണത്തിൽ 2 വ്യത്യസ്ത വസ്തുക്കളായിട്ട് വരുന്നത്. ഇതിൽ 2 പല കോമ്പിനേഷനുകൾ നമ്മൾ കണ്ടു. ഏത് കോമ്പിനേഷൻ ആണെങ്കിലും അദ്ദേഹത്തിന് അവയോട് ഒരേ മമതയാണ്, ഒരേ താല്പര്യം തന്നെയാണുള്ളത്. പ്രത്യേകിച്ച് അധിക പ്രിഫറൻസ് ഒന്നിനുമില്ല. അപ്പോൾ നിസ്സംഗതാവക്രത്തിൽ കാണിച്ചിരിക്കുന്ന വസ്തുക്കളുടെ വിവിധ സംയോജനങ്ങളോട്, കോമ്പിനേഷൻസിനോട് ഒരു ഉപഭോക്താവിന് തുല്യ മുൻഗണന, ഈക്വൽ പ്രയോറിറ്റിയാണ് ഉള്ളത്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി പുതിയതായി പഠിക്കേണ്ടതും നോട്ടിലേക്ക് എഴുതി വയ്ക്കേണ്ടതും.